1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനിലെ കറാച്ചി എയർപോർട്ടിനെ ചുട്ടുചാമ്പലാക്കിയ ഇന്ത്യൻ നേവിയുടെ ഐതിഹാസിക പോരാട്ടത്തിന് അന്ന് നൽകപ്പെട്ട പേര് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്നായിരുന്നു. യുദ്ധ പോരാട്ടങ്ങളുടെ സുവർണ ലിപികളിൽ എഴുതി വെക്കപ്പെട്ട ഏതൊരു ദേശസ്നേഹിയെയും രോമാഞ്ചം കൊള്ളിക്കുന്ന അതേ ഉജ്ജ്വല പോരാട്ടത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ശേഷം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധശേഷം 1971 വികസിത രാജ്യങ്ങളോട് കിടപിടയ്ക്കുന്ന സാങ്കേതിക തികവിലേക്ക് ഇന്ത്യൻ നേവി വളർന്നിരുന്നു. 65 ശേഷം രൂപീകൃതമായ ഇന്ത്യൻ ചാര സംഘടന റോയുടെ സാന്നിധ്യവും നേവൽ ആക്രമണങ്ങളുടെ മൂർച്ചയെ രാഗിമിനുക്കാൻ ഇന്ത്യൻ നേവിയെ ഏറെ സഹായിച്ചു. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധമായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം കിഴക്കും പടിഞ്ഞാറുമായി നിലനിന്നിരുന്ന പാകിസ്ഥാന്റെ ഭരണകാര്യങ്ങൾ പടിഞ്ഞാറൻ പാകിസ്ഥാനിലായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതേസമയം ഇന്നത്തെ ബംഗ്ലാദേശായ കിഴക്കൻ പാകിസ്ഥാനെ പാകിസ്ഥാൻ ഗവൺമെന്റും പട്ടാളവും രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി പോന്നു. പാക് പട്ടാളത്തിന്റെ നരനായാട്ടുകൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം തന്നെ ഉണ്ടാക്കി. അതോടെ കിഴക്കൻ പാകിസ്ഥാന് സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ നിന്നും കാര്യമായി തന്നെ ഉയർന്നു വന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറങ്ങി മുറവിളി കൂട്ടി. എന്നാൽ അതിക്രൂരമായി സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട ജനങ്ങളെ പാക് ഭരണകൂടവും പട്ടാളവും അടിച്ചമർത്തി. ഏകദേശം 30 ലക്ഷത്തോളം ജനങ്ങൾ ആ അടിച്ചമർത്തലുകളിൽ കൊല്ലപ്പെട്ടു. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും പിടിച്ചു നിൽക്കാനാവാതെ ജനങ്ങളുടെ കുത്തൊഴുക്ക് തന്നെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് അലയടിച്ചു. ഇന്ത്യൻ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ ഉയർന്നു വന്ന അഭയാർത്ഥി പ്രവാഹം ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കാൻ ഇന്ത്യയെ ചിന്തിപ്പിച്ചു. ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ പോരാളികൾക്ക് ആയുധങ്ങളും പരിശീലനങ്ങളും നൽകപ്പെട്ടു. ബംഗ്ലാദേശ് പ്രശ്നത്തിൽ ഇടപെട്ട ഇന്ത്യയുടെ സഹായങ്ങൾ തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറായി. എന്നാൽ പാകിസ്ഥാൻ ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടിയാണ് അന്ന് ഇന്ത്യൻ നേവി പാകിസ്ഥാന് നൽകിയത്. 1971 ഡിസംബർ 3 പാകിസ്ഥാൻ പ്രകോപനപരമായി ഇന്ത്യൻ എയർ സ്ട്രൈക്ക് നടത്തി യുദ്ധത്തിന് തുടക്കം കുറിച്ചു. പിന്നെ ഇന്ത്യൻ നാവികസേന ഒട്ടും അമാന്തിച്ചില്ല. അഡ്മിറൽ SN നന്ദയുടെ ഉത്തരവോടെ കറാച്ചി തകർക്കാൻ ഇന്ത്യൻ നേവി തയ്യാറായി. ഇന്ത്യൻ നേവിയുടെ കമാൻഡർ BB യാദവിന്റെ നേതൃത്വത്തിൽ കൊലയാളികൾ എന്ന് വിളിക്കപ്പെടുന്ന മിസൈൽ തൊടുക്കാൻ കഴിവുള്ള ഇന്ത്യൻ നേവിയുടെ നിബദ്, വീർ, നിർഗഡ് എന്നീ ബോട്ടുകൾ ഗുജറാത്തിൽ ഓഖ തീരത്ത് ഇന്ത്യൻ നേവി വിന്യസിച്ചു. സോവിയറ്റിൽ നിന്ന് നാവിക പരിശീലനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇന്ത്യൻ നേവിയുടെ പടയാളികൾ 75 കിലോമീറ്റർ പരിധിയുള്ള കപ്പൽ വേദക റഷ്യൻ നിർമ്മിത മിസൈലുമായി ഇന്ത്യൻ ബോട്ടുകളുമായി അടുത്ത കമാൻഡർ ഉത്തരവിനു വേണ്ടി കാത്തിരുന്നു. ഉത്തരവിന് ശേഷം ഡിസംബർ 4 പാക് വ്യോമസേനയുടെ നിരീക്ഷണ പരിധിക്കിപ്പുറം കറാച്ചിയിൽ നിന്ന് 450ഓളം കിലോമീറ്ററുകൾ മാറി നേവി തമ്പടിച്ചു. ഡിസംബർ 4 രാത്രി കറാച്ചി തകർക്കാനായിരുന്നു നേവിയുടെ പദ്ധതി. അന്ന് പാകിസ്ഥാന്റെ പക്കലുണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾക്ക് രാത്രി ആക്രമണശേഷി ഇല്ലാതിരുന്നതാണ് ഇന്ത്യ രാത്രി തന്നെ ആക്രമണത്തിന് തിരഞ്ഞെടുക്കാൻ കാരണമായത്. ഡിസംബർ 4 രാത്രി തീരുമാനിച്ച പ്രകാരം തന്നെ ഇന്ത്യൻ ബോട്ടുകൾ പാകിസ്ഥാൻ തീരത്തേക്ക് സഞ്ചരിച്ചു. എന്നാൽ അപ്പോഴാണ് 2 പാകിസ്ഥാൻ കപ്പലുകളുടെ സാന്നിധ്യം ഇന്ത്യൻ നേവി തിരിച്ചറിഞ്ഞത്. പിന്നെ അമാന്തിച്ചില്ല. ഇന്ത്യയുടെ നീർഗഡ് പാകിസ്ഥാന്റെ PNS ഗൈബറിനെ നോക്കി ആദ്യ മിസൈൽ തൊടുത്തു. നേവൽ ആക്രമണം പ്രതീക്ഷിക്കാതിരുന്ന പാകിസ്ഥാൻ അവ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വർക്കാണെന്ന് തെറ്റിദ്ധരിച്ചു. ആദ്യ മിസൈൽ ഏറ്റുവാങ്ങി അന്താളിച്ചു നിന്ന പാക് കപ്പലിന് ചിന്തിക്കാനുള്ള അവസരം നൽകാതെ തൊട്ടുപിന്നിലായി ഇന്ത്യ അടുത്ത റഷ്യൻ നിർമ്മിത മിസൈലും തൊടുത്തുവിട്ടു. രണ്ടാം മിസൈലാവട്ടെ PNS ഗൈബറിനെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. 222 സൈനികരുമായാണ് അന്ന് പാകിസ്ഥാൻ കടലാഴങ്ങളിലേക്ക് മുങ്ങിമറഞ്ഞത്. അടുത്തൂഴം നിബദിന്റേതായിരുന്നു. കറാച്ചിയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്തിരുന്ന വീനസ് ചലഞ്ചറിനെയും അതിന് അകമ്പടി സേവിച്ചിരുന്ന PNS ഷാജഹാനെയും നിബദ്
തന്റെ പ്രഹരശേഷി നന്നായി പഠിപ്പിച്ചു കൊടുത്തു. ഇതേ സമയം ഇന്ത്യൻ നേവിയുടെ വീർ ഒരൊറ്റ മിസൈൽ കൊണ്ട് തന്നെ PNS മുഹാഫിസിനെ കാലപുരി കാണിച്ചു കൊടുത്തു. 33 നാവികരുമായാണ് അന്ന് മുഹാഫിസ് തകർന്ന് തരിപ്പണമായത്. ഇന്ത്യയിൽ വന്ന് എയർ സ്ട്രൈക്ക് നടത്തി തിരിച്ചുപോയ പാകിസ്ഥാൻ ഇനി കറാച്ചിയിൽ നിന്ന് വിമാനം പറപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടിലായിരുന്നു ഇന്ത്യൻ നേവി പിന്നീട് കാര്യങ്ങൾ നടപ്പിലാക്കിയത്. കറാച്ചിയിലെ കെമേരി ഓയിൽ സ്റ്റോറേജിന് കേവലം 26 കിലോമീറ്റർ അകലെ വെച്ച് നിബദ് 2 മിസൈൽ കൂടെ തൊടുത്തുവിട്ടു. ഒരു മിസൈൽ ലക്ഷ്യസ്ഥാനം കണ്ടില്ല എങ്കിലും രണ്ടാമത്തേത് കറാച്ചി ഓയിൽ സ്റ്റോറേജിനെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. 4 മിസൈലുകൾ മാത്രം വഹിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന നിബദിന്റെ ദൗത്യം അതോടെ അവസാനിച്ചു. നിബദും മറ്റു ബോട്ടുകളും സുരക്ഷിതമായി തന്നെ ഇന്ത്യൻ തീരങ്ങളെ ചുംബിച്ചു. എന്നാൽ പാക് നാവികസേനയുടെ ആസ്ഥാനവും അവരുടെ പ്രധാന ഇന്ധന കേന്ദ്രവും ചുട്ടു ചാമ്പലാക്കിയ ഇന്ത്യൻ നേവിയോട് പൊറുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. അതിനുള്ള പ്രതികാരം വീട്ടാൻ തന്നെ പാകിസ്ഥാൻ തീരുമാനിച്ചു. ഒരൊറ്റ സൈനികരെ പോലും പരുക്കു പറ്റാതെ കറാച്ചിയെ ചാമ്പലാക്കിയതും പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളെ തകർത്ത് കളഞ്ഞതും ഇന്ത്യയുടെ 3 ചെറു ബോട്ടുകളായിരുന്നു എന്നത് പാകിസ്ഥാന്റെ അപമാനഭാരം വല്ലാതെ കൂട്ടി. തിരിച്ചടി നൽകാൻ പാക് നാവികസേന തയ്യാറെടുത്തു. 93 നാവികരുമായി പാകിസ്ഥാന്റെ ഗാസി യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ വജ്രായുധം INS വിക്രാന്തിനെ തകർക്കാൻ തീരുമാനമെടുത്തു. സ്വന്തം നാവികർ പോലും അറിയാതെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ വിക്ടർ എന്ന പേരിൽ അറിയപ്പെട്ട ആ പദ്ധതി പാകിസ്ഥാൻ തയ്യാറാക്കിയത്. മിഷൻ ആരംഭിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്വന്തം നാവികരെ പോലും മിഷനെ കുറിച്ച് പാകിസ്ഥാൻ അറിയിക്കുന്നത്. വിവരങ്ങൾ ചോരാതിരിക്കാനായിരുന്നു അത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ നടത്തിയത്. എന്നാൽ ഇന്ത്യൻ ചാരസംഘടനയായ റോ പാകിസ്ഥാന്റെ ഉദ്യമം മണത്തറിയുകയും ഒരു മറുപടി തയ്യാറാക്കി കാത്തിരിക്കുകയും ചെയ്തു. റോയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ പാകിസ്ഥാന് വേണ്ടി വ്യാജ സന്ദേശങ്ങളുടെ ഒരു ചാകര തന്നെ ഒരുക്കി കാത്തിരുന്നു. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി പാകിസ്ഥാന് ചോർത്താവുന്ന വിധത്തിൽ ഇന്ത്യ വിക്രാന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. വിക്രാന്ത് വിശാഖപട്ടണത്തുണ്ട്, വിക്രാന്തിന് ഫ്യൂവൽ നിറയ്ക്കാൻ വിശാഖപട്ടണത്തിലേക്ക് വണ്ടി വരുന്നു എന്നെല്ലാമായിരുന്നു സന്ദേശം. സന്ദേശങ്ങൾ തങ്ങൾ ചോർത്തി എന്ന് വിശ്വസിച്ച് പാകിസ്ഥാന്റെ ഗാസി കപ്പൽ വിക്രാന്തിനു വേണ്ടി വിശാഖപട്ടണത്തേക്ക് അടുത്തു. എന്നാൽ ഇന്ത്യ ഒരുക്കിയ കെണിയിലേക്ക് പാകിസ്ഥാൻ നടന്നു കയറുകയായിരുന്നു. വിശാഖപട്ടണത്തേക്കടുത്ത ഗാസിയെ ഇന്ത്യയുടെ രജപുത് ഡബ് ചാർജർ ഉപയോഗിച്ച് ആഴക്കടലിന് സമ്മാനമായി നൽകി. 93 നാവികരും അവരുടെ ആയുധോപകരണങ്ങളും ഇന്ത്യൻ കടൽ തീരത്ത് ശ്വാസം കിട്ടാതെ മുങ്ങി മരിച്ചു. അതേസമയം ഇന്ത്യയുടെ യഥാർത്ഥ വിക്രാന്ത് ആൻഡമാൻ ദ്വീപ സമൂഹങ്ങൾക്കിടയിൽ സുരക്ഷിതമായിരുന്നു. അവിടുത്തെ വിക്രാന്തിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ ഇന്ത്യ കൈമാറിയതാവട്ടെ മലയാളത്തിലായിരുന്നു. അതെ, സത്യമാണ്. ഒരുപക്ഷെ മലയാളം ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ യുദ്ധവും 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം തന്നെയായിരിക്കും. പാകിസ്ഥാന് ഓരോ പണി കൊടുക്കുമ്പോഴും ഇന്ത്യൻ നേവിയുടെ ആവേശം കൂടിക്കൂടി വന്നു. അങ്ങനെ 1971 ഡിസംബർ 8 മറ്റൊരു പണി കൂടി പാകിസ്ഥാൻ ഇന്ത്യൻ നേവിയുടെ കയ്യിൽ നിന്നും ഇരന്നു വാങ്ങി. അന്ന് INS വിനാശ് എന്ന മിസൈൽ ബോട്ടായിരുന്നു പാകിസ്ഥാന്റെ ചങ്ക് തകർത്തിരുന്നത്. പേമാരിയിലെ പാകിസ്ഥാൻ ഓയിൽ ശേഖരവും 3 കപ്പലുകളും കപ്പൽശാലയും അടക്കം $3 മില്യൺ നാശനഷ്ടം അന്ന് പാകിസ്ഥാന് ഇന്ത്യൻ നേവി സമ്മാനിച്ചു. ഓപ്പറേഷൻ പൈത്തൺ എന്നായിരുന്നു ആ മിഷൻ വിളിക്കപ്പെട്ടത്. വിക്രാന്തിന്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ച പാകിസ്ഥാനി നാവികരെയും അവരുടെ അഭിമാനമായിരുന്ന ഗാസിയെയും ഇന്ത്യ കാലപുരിക്ക് അയച്ചുവെങ്കിലും വിക്രാന്തിന് പ്രതികാരദാഹം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഗാസിയെ മുക്കിയതിന്റെ കൃത്യം 3-ാം നാൾ വിക്രാന്ത് തന്റെ ആയുധ പ്രഹരശേഷി കിഴക്കൻ പാകിസ്ഥാന് നന്നായി മനസ്സിലാക്കി കൊടുത്തു. അതോടെ പാകിസ്ഥാൻ ആകെ അങ്കലാപ്പിലായി. അങ്ങനെ 13 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധം ഒടുവിൽ 1971 ഡിസംബർ 14 പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ആയുധം വെച്ച് കീഴടങ്ങി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അഥവാ ബംഗ്ലാദേശ് വിമോചന യുദ്ധം. അന്ന് ഇന്ത്യൻ നേവി നടത്തിയ ഓപ്പറേഷൻ ട്രൈഡന്റിനെ കുറിച്ചും ഓപ്പറേഷൻ പൈത്തണിനെ കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.
അടുത്ത വീഡിയോ മിസ്സാവാതെ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.